നിങ്ങൾക്കറിയുമോ, നമ്മുടെ മനസ്സ് എത്രത്തോളം പവർഫുൾ ആണെന്ന് പറഞ്ഞാലും അവിടെ വിശ്വാസമില്ലെങ്കിൽ അത് ദുർബലമായി മാറും. അത്രമാത്രം ശക്തിയാണ് വിശ്വാസത്തിനുള്ളത്. നമ്മുടെ ഓരോ ചിന്തയെയും യാഥാർത്ഥ്യമാക്കുന്ന ദിവ്യമായ അത്ഭുത ശക്തിയാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചങ്ങോട്ട് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിലോ അസാധ്യം എന്ന് പറഞ്ഞൊരു വാക്കില്ലാതെയാകും. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസത്തിന് മലയെ മാറ്റാൻ കഴിയും. കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ മലയോട് മാറാൻ പറഞ്ഞാൽ അത് മാറും എന്ന് പറയുന്നത് ആ വിശ്വാസത്തിൻ്റെ ശക്തിയെയാണ് കാണിക്കുന്നത്. കടുകെന്ന് പറയുന്നതിൻ്റെ വലിപ്പമല്ല, ആ കടുകിൽ ഒട്ടും ശൂന്യതയില്ല, അത് ഫുള്ള് സീഡാണ്. അപ്പം വിശ്വാസമാകണം. ആ വിശ്വാസം അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ നമ്മെ സഹായിക്കും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചങ്ങോട്ട് വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ശരീരവും ചിന്തയും മനസ്സും ഊർജവും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. അതാണ് പവർ ഓഫ് ബിലീഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കൂ, ലിമിറ്റ് ചെയ്യുന്നവയല്ല. നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസമാണ് ജീവിതത്തിനെ ഉയർത്തുവാനും അതേപോലെ തന്നെ ജീവിതത്തിനെ താഴ്ത്തുവാനും ഒക്കെ കാരണമാകുന്നത്. ഇന്ന് ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്കൂ, എവറിഥിങ് ഈസ് വർക്കിംഗ് ഇൻ മൈ ഫേവർ. ഒരു 9 പ്രാവശ്യം ഫീൽ ചെയ്ത് നമ്മളുടെ ഉള്ളിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുക. ഉള്ളിലെ എനർജി ഷിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാം എനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു. അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലെ എനർജി ഷിഫ്റ്റ് ചെയ്യും. യു ഡോണ്ട് നീഡ് പ്രൂഫ് ഫസ്റ്റ്, ബിലീഫ് ഇറ്റ്സെൽഫ് ഈസ് എ പ്രൂഫ്. എന്തെങ്കിലും കാണട്ടെ എന്നിട്ട് ഞാൻ വിശ്വസിക്കാമെന്ന് പറയുന്നതല്ല, ആ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ആ തെളിവാണ്. അസാധ്യമായതാകാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാകാം, അതിലുള്ള ഉറപ്പാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിന് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ സാധിച്ചു തരാനുള്ള ദിവ്യമായ ശക്തിയുമുണ്ട്. അത്ഭുതങ്ങൾ നിറഞ്ഞ, അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു ദിവസമാകട്ടെ ഇന്ന്. താങ്ക് യു.